Hi all, welcome to One's Coaching. ഇപ്പോൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾ സിസ്റ്റം ECT 307 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ മൊഡ്യൂൾസ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മൊഡ്യൂൾ 3യുടെ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 3 നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെയാണ് റൂട്ട് ലോക്കസും അതുപോലെ സ്റ്റെബിലിറ്റി കൺസെപ്റ്റ്സ് എല്ലാം വരുന്ന മൊഡ്യൂളാണ് അല്ലേ. ഇതിനകത്ത് പാർട്ട് ബിയിൽ ചോദിച്ചിരിക്കുന്ന ഫുൾ ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പാർട്ട് ബിയിൽ 15 and 16 ഇങ്ങനെ രണ്ട് ചോയ്സ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കംപ്ലീറ്റ് സെറ്റ് ആൻസർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ 15A എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, given characteristic equation of the system using RH criterion, find location of roots in S plane and hence comment whether the system is fully stable, unstable or conditionally stable. Okay, RH criterion യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്, ഒരു റൂട്ട് ലോക്കസ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇത്രയാണ് ഫസ്റ്റ് ചോയ്സ്. ദെൻ സെക്കൻഡ് ചോയ്സിൽ വന്നിരിക്കുന്നത് എഗെയിൻ RH ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു സ്റ്റെബിലിറ്റി ചെക്കിംഗ് ആണ്. ദെൻ ഒരു റൂട്ട് ലോക്കസ് വരയ്ക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് ചോയ്സിലും തന്നിരിക്കുന്നത് ഒരു RH ക്രൈറ്റീരിയനും ഒരു റൂട്ട് ലോക്കസും വരയ്ക്കലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇത് തന്നെ നിങ്ങൾക്ക് എല്ലാ തവണയും എക്സ്പെക്ട് ചെയ്യാം. ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന രണ്ട് ടോപ്പിക്സും RH ക്രൈറ്റീരിയനും റൂട്ട് ലോക്കസും തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാം. 15th question. 15th question. Given the characteristic equation of the system, using RH criterion, find the location of roots in S plane and hence comment whether the system is fully stable, unstable or conditionally stable. Okay, അപ്പോൾ RH ക്രൈറ്റീരിയൻ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അല്ലേ. RH ക്രൈറ്റീരിയൻ, റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയൻ എന്താ പറയുന്നത്? റൂത്ത് ഹെർവിറ്റ്സ് അരേ അല്ലെങ്കിൽ RH അരേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ RH അരേ വെച്ചിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി പറയുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ essay ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ ഇതിപ്പോൾ 5 marks ക്വസ്റ്റ്യൻ ആണ്. ആദ്യം RH ക്രൈറ്റീരിയൻ എന്താണ് എന്നുള്ളത് എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, RH ക്രൈറ്റീരിയയിൽ നമുക്കറിയാം നെസസറി കണ്ടീഷൻസ് ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ഉണ്ടല്ലേ. അപ്പം അതിനകത്ത് നെസസറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് എഴുതുക. ദെൻ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് അതും എഴുതുക. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഈ പറയുന്ന എക്സ്പ്രഷൻ അതിനകത്ത് എല്ലാ ടേംസും പ്രസന്റ് അല്ലേ എന്നുള്ളത് നോക്കുക. എന്താണ് നെസസറി കണ്ടീഷൻസിൽ പറയുന്നത് അല്ലേ. അതായത് S⁴ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, S⁴ ഉണ്ട്, S⁴ ഉണ്ട്, S⁴ ഉണ്ട്, S⁴ ഉണ്ട്. അപ്പോൾ എല്ലാ ടേംസും പ്രസന്റ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ എല്ലാ കോഎഫിഷ്യൻസും സെയിം സൈൻ അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. എല്ലാ കോഎഫിഷ്യൻസും ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്. സോ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇതിൻ്റെ റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് ചെയ്യാം കേട്ടോ. S⁴ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ S⁴ വെച്ചിട്ടുള്ളൊരു അരയാണ്. എന്തൊക്കെയാണ്? S⁴ ഈവൺ ടേംസ് ആദ്യം, ദെൻ S², ദെൻ 18. 1, 11, 18. ഫസ്റ്റ് റോ 1, 11, 18. ദെൻ S⁵ വരുന്നത് 2, 18. S⁵ 2, 18. ഇനി ഈ അറേ കംപ്ലീറ്റ് ചെയ്യുക. S² വരുമ്പോൾ 2 × 11 - 18 × 1 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും അല്ലേ. 2 × 11 എന്ന് പറയുന്നത് 22 - 18/2. അത് എത്രയാ? 22 - 18 4/2 2. ഈ ഒരു പൊസിഷനിൽ 2 ആണ് വരിക. 2 ആണ്. ദെൻ ഇവിടെ വരുന്നത് 2 × 18 36 - 0 ഡിവൈഡഡ് ബൈ 2. ഇത് 36/2. അതായത് എന്താ 18 തന്നെ വരുന്നത്. ഇവിടെ വരുന്ന എലമെന്റ് 18. 2, 18. ഇതൊന്ന് ശ്രദ്ധിച്ചേ, ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാറ്റുകയാണ്. 2, 18. ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം കറക്റ്റായിട്ട് പറയാം. റിപ്പീറ്റഡ് റോസ് ആണ്. 2, 18, 2, 18 എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന റോസ് ആണ്. അപ്പം ഇതിൽ നിന്ന് നെക്സ്റ്റ് റോ എന്താണെങ്കിലും 0 ആയിട്ടേ വരുള്ളൂ.
വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എസ് റേസ് ടു 1 2 into 18 minus 2 into 18 divided by 2, that is 0. Again ഇവിടെ 2 into 0 minus 0, that is 0. അപ്പോൾ ഒരു റോ ഫുൾ ഓഫ് സീറോസ് വന്നു. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യാറ്? നോർമലി ചെയ്യാറ് എന്താ? ഓക്സിലറി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും അല്ലേ? അപ്പം ഇവിടെ എസ് റേസ് ടു 1 0 0 വന്നിരിക്കുന്നത്. സോ അതിന് തൊട്ട് മുന്നത്തെ, അതായത് എസ് സ്ക്വയറിന് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ്. എന്താ ഈ ഒരു റോയ്ക്ക് ഓക്സിലറി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. ഇത് 2 18 രണ്ടിനും കോമൺ ഫാക്ടർ ആയിട്ടൊരു എന്താണ് 2 ഉണ്ടല്ലേ? അപ്പം ഇതിനെ വേണമെങ്കിൽ നമുക്ക് 1 ആക്കാം. അതേ ഡിവൈഡ് ബൈ 2 ചെയ്ത് എഴുതുക. ഇതിന് വേണമെങ്കിൽ 9 ആക്കാം. 1 9 എന്നുള്ള രീതിയിൽ എടുത്താലും മതി. അപ്പം ഇത് എസ് സ്ക്വയറിന്റെ ഇക്വേഷൻ ആണ്. സോ 1 എസ് സ്ക്വയർ, ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 18 ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും ഓക്സിലറി. 18 അല്ല 9 എഴുതുക, 1 അല്ലേ ഇവിടെ എഴുതി. ഓക്കെ, പ്ലസ് 9 ഈക്വൽ ടു 0. അല്ലെങ്കിൽ 2 എസ് സ്ക്വയർ പ്ലസ് 18 ഈക്വൽ ടു 0. അത് തന്നെയാണ് 2 എസ് സ്ക്വയർ പ്ലസ് 18 ഈക്വൽ ടു 0 തന്നെയാണ് എസ് സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. കാരണം 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. ഓക്കെ, അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡെറിവേറ്റീവ് ഓക്സിലറി ഇക്വേഷൻ എടുക്കുക. എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s വരും, പ്ലസ് 9ന്റെ ഡെറിവേറ്റീവ് 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലാവും എക്സ്പ്രഷൻ. അപ്പം നമുക്ക് എസ് റേസ് ടു 1ന്റെ കോഎഫിഷ്യൻസ് ആയി കിട്ടിയത് ഏതൊക്കെയാ? എസ് റേസ് ടു 1ന്റെ കോഎഫിഷ്യൻസ് ആണ് 2 ആണ് എസ് റേസ് ടു 1ന്റെ കോഎഫിഷ്യന്റ്. ദെൻ കോൺസ്റ്റന്റ് ടേം വരുന്നത് 0 ആയിരിക്കും. അപ്പം നമുക്ക് എസ് റേസ് ടു 1ന്റെ ഇവിടെ എന്തെന്ന് കൊടുക്കാം? ദിസ് ഈസ് 2 ആൻഡ് ദിസ് ഈസ് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്സിലറി ഇക്വേഷൻ എഴുതി, അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ആ ഡെറിവേറ്റീവ് എടുത്ത എക്സ്പ്രഷൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി അപ്പോൾ എസ് റേസ് ടു 1 കിട്ടി. ഇനി എസ് റേസ് ടു 0. എക്സ് റേസ് ടു 0യിൽ 2 into 9 മൈനസ് 2 into 9 മൈനസ് 0 ഡിവൈഡ് ബൈ 2. ഇപ്പം എന്ത് വരും? അഗെയിൻ 9 തന്നെ വരും അല്ലേ? 9 തന്നെ വരും. ദെൻ ഇവിടെ ടേം ഇല്ല, 0 ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്ത് നോക്കണ്ടേ? ഇതിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യണം. സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് കോളം, ഈ റൂത്ത് അറേയുടെ ഫസ്റ്റ് കോളം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കോളം നോക്കുമ്പോൾ ഇതാണല്ലേ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. എല്ലാം സെയിം സൈൻ ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് റൂത്ത് ക്രൈറ്റീരിയൻ പറയുന്നത്. ഇവിടെ എല്ലാ ടേംസും എന്താണ്? പോസിറ്റീവ് ആണ്. 1 2 1 2 9 എല്ലാം പോസിറ്റീവ് ടേംസ് ആണ്. സോ നമുക്ക് പറയാം ദി സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ആണോ? ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഒരു 0 വരുന്ന റോ വന്ന് നമ്മൾ ഓക്സിലറി ഇക്വേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കുക, എന്താണെങ്കിലും കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിട്ട് വരില്ല. ഈ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ്, ആ റൂട്ട്സിൻ്റെ പൊസിഷൻ കൂടി അനുസരിച്ചിരിക്കും ഇതിൻ്റെ സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഓക്സിലറി ഇക്വേഷൻ എസ് സ്ക്വയർ പ്ലസ് 9 ആണ്. അതിൻ്റെ സൊല്യൂഷൻ ഒന്ന് എടുത്തു നോക്കാം. എസ് സ്ക്വയർ പ്ലസ് 9 ഈക്വൽ ടു 0. ഇന്ന് എസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ എസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 9. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, അല്ലെങ്കിൽ എന്തെന്ന് ഇതിൻ്റെ അർത്ഥം? റൂട്ട് ഓഫ് മൈനസ് 9, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ്, മൈനസ് വരുമ്പോൾ ജെ ടേം വരും. പ്ലസ് ഓർ മൈനസ് 3j എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. ഈ ജെ എന്ന് പറയുന്ന ടേം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് 3j എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ എസ് പ്ലെയിനിൽ ഇതാണ് ജെ ഒമേഗ ആക്സിസ് അല്ലേ, സിഗ്മ ആക്സിസ്. ഈ പൊസിഷനിലാണ് ഈ 3j വരിക. ഇവിടെ 3j വരും, ഇവിടെ മൈനസ് 3j വരും. ഓക്കെ, അതായത് ജെ ഒമേഗ ആക്സിസിൽ റൂട്ട്സ് പ്രസന്റ് ആണ് എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് 2 റൂട്ട്സ് ഇൻ ജെ ഒമേഗ ആക്സിസ് എന്ന് പറയാം. ആൻഡ് ടോട്ടൽ എത്ര റൂട്ട്സ് ഉണ്ട്? എസ് റേസ് ടു 4 ഇക്വേഷൻ ആണ്. 2 റൂട്ട്സ് ജെ ഒമേഗ ആക്സിസിലാണ്. റൂത്ത് അറേയിലെല്ലാം പോസിറ്റീവ് കിട്ടിയത് കാരണം ബാക്കി റൂട്ട്സ് എല്ലാം എവിടെ വരും? LHSലായിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് റൂത്ത് അറേ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും മറ്റേ 2 റൂട്ടുകൾ ഉണ്ടാവുക.
2 roots in j omega axis, 2 roots in LHS of S plane. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെയാണ്? ദി സിസ്റ്റം ഈസ് മാർജിനലി സ്റ്റേബിൾ. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യൻ, റൂത്ത് ഹെർവിറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻ നോർമലി പഠിക്കാൻ എളുപ്പമുള്ള സെക്ഷനാണ്. ഇതിൽ നിന്ന് വരുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഈ ഒരു ഐഡിയ, ഇതിൻ്റെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം 0, സെക്കൻഡ് എലമെൻറ്റ് 0 അല്ല, അങ്ങനെ വരുന്ന ഡിഫറെൻറ്റ് കേസുകളുണ്ട്. എല്ലാ കേസുകളും പഠിച്ചു വയ്ക്കുക. essay ക്വസ്റ്റ്യനിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, then next question 15b. Sketch the root locus for the given open loop transfer function and find the value of k and omega for marginal stability. എന്താ ചോദ്യം? സ്കെച്ച് റൂട്ട് ലോക്കസ്. റൂട്ട് ലോക്കസ് വരയ്ക്കാനുള്ള ചോദ്യമാണ്. ആൻഡ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് വാല്യൂ ഓഫ് കെ ആൻഡ് ഒമേഗ ഫോർ മാർജിനൽ സ്റ്റെബിലിറ്റി. മാർജിനൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കെയുടെയും ഒമേഗയുടെയും വാല്യൂസും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നതിന് എപ്പോഴും നിങ്ങൾക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് g(h) എന്ന് പറയുന്നതായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ ഡിഫറെൻറ്റ് പ്ലോട്ടുകൾ വരുമ്പോൾ, പോളാർ പ്ലോട്ട്, ഓഡേ പ്ലോട്ട് ഒക്കെ വരുമ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല. അപ്പോൾ ഓരോന്നിലും വ്യത്യാസമുണ്ട്. ഇത് നോട്ട് ചെയ്യുക. റൂട്ട് ലോക്കസിന് എപ്പോഴും g(h) ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് എന്തായാലും റൂട്ട് ലോക്കസ് വരയ്ക്കണം. അപ്പോൾ റൂട്ട് ലോക്കസിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഴുതേണ്ടത് ഇത് സ്റ്റെപ്പ് വൈസ്, സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നുള്ള രീതിയിൽ തന്നെ ചെയ്തു പോകാം കേട്ടോ. ഇത് ശരിക്കും ടോട്ടൽ നോക്കുക 9 മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 9 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 9 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതുക. ജസ്റ്റ് റൂട്ട് ലോക്കസ് എങ്ങനെയും വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ പോൾസ് ഏതാണ്, സീറോസ് ഏതാണ് എന്നുള്ളതൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന കേസാണ്. അപ്പോൾ പോൾസ് ഏതൊക്കെയാ? പോൾസ് എന്ന് പറയുന്നത് ഇവിടെ s=0 എന്ന് പറഞ്ഞൊരു പോൾ ഉണ്ട്, s=-2 ഉണ്ട്, s=-3 ഉണ്ട്. അപ്പോൾ 3 പോൾസ് ഉണ്ട്. അപ്പോൾ പോൾസിന്റെ നമ്പർ n=3 ആണ് അല്ലേ? നമ്പർ ഓഫ് പോൾസ് n=3 ആണ്. ദെൻ സീറോസ്, ഇതെന്താണ്? ഓപ്പൺ ലൂപ്പ് പോൾസ് ആണ് കേട്ടോ. സീറോസ് എത്ര ഉണ്ട്? സീറോസ് ഉണ്ടോ? സീറോസ് ഇല്ലാണ്. അപ്പൊ നമ്പർ ഓഫ് സീറോസ് m=0 ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ചെയ്യാം. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക. ശരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് അതിൽ നിന്ന് പോൾസ് സീറോസ് എഴുതിയാൽ മതി. ഇപ്പോൾ ഡയറക്റ്റ് ഇതിൽ നിന്ന് എഴുതിയെന്നുള്ളൂ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കൂടി ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. കാരണം എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പിലൊക്കെ നമുക്കത് ആവശ്യമുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1 + GH ആണല്ലേ. 1 + GH = 0 ആണ്. ഇവിടെ GH തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 1 ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1 + GH എന്ന് പറയുമ്പോൾ 1 + ഈ ഒരു ടേം, ദിസ് ടേം +1, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ എന്തെന്ന് വരും? s(s+2) × s+3 + k = 0 എന്ന് വരും. അതായത് ജസ്റ്റ് ഇതിനകത്തേക്കൊരു k ആഡ് ചെയ്യുന്ന എഫക്റ്റ് വരും. ഓക്കെ, 1 + GH അത് അങ്ങനെ എഴുതി വെക്കുക. ദെൻ ഓക്കെ, ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 1 + GH = 0 എന്നുള്ളതാണ്. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഞാൻ എന്തായാലും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റൂട്ട് ലോക്കസ് വരയ്ക്കുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുക. അവിടെ പോൾസും സീറോസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുക. അതിനകത്ത് റിയൽ ആക്സിസിലുള്ള റൂട്ട് ലോക്കസ് മാർക്ക് ചെയ്യുക. അപ്പം ഞാനതിവിടെ വരയ്ക്കാം. ഇത് j⍵ ആക്സിസ് സിഗ്മ. അപ്പോൾ പോൾസ് കിട്ടിയത് ഏതൊക്കെയാണ്? 0, -2, -3. ഇപ്പോൾ 0-ൽ പോളല്ലേ,
സീറോയിൽ പോളുണ്ട്. പോൾസ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ദെൻ -2 ഒരു പോളുണ്ട്. ദെൻ -3 ഒരു പോളുണ്ട്. ഓക്കെ, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് സ്കെയിലൊക്കെ എടുത്ത് വരയ്ക്കുക കേട്ടോ. ഞാനിവിടെ അപ്രോക്സിമേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? സീറോസ് മാർക്ക് ചെയ്യാനില്ല. സീറോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീറോസ് മാർക്ക് ചെയ്യാനില്ല. ഇനി എന്താ നോക്കേണ്ടത്? ഈ റിയൽ ആക്സിസിൽ വരുന്ന റൂട്ട് ലോക്കസ് പ്ലോട്ട് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാറ്? റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിഗ്മ ആക്സിസ്. ഈ സിഗ്മ ആക്സിസിൽ വരുന്ന റൂട്ട് ലോക്കസ് എങ്ങനെ മാർക്ക് ചെയ്യും? നമ്മളൊരു ടെസ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ ടെസ്റ്റ് പോയിന്റിന് റൈറ്റ് സൈഡിലേക്ക് എത്ര പോൾസ് ഉണ്ട്, അല്ലെങ്കിൽ സം ഓഫ് പോൾസ് ആൻഡ് സീറോസ് എന്നാണ് പറയാം. ആ ടെസ്റ്റ് പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് സം ഓഫ് പോൾസ് ആൻഡ് സീറോസ്. ഇപ്പം ഇവിടെ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു പോൾ മാത്രമേ ഉള്ളൂ. സീറോസ് ഓൾറെഡി ഇല്ലാത്തതുകൊണ്ട് മൊത്തം ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു പോളുള്ളൂ. അപ്പോൾ 1 എന്ന നമ്പർ കിട്ടി. അതൊരു ഓഡ് നമ്പറാണ്. ആ ഓഡ് നമ്പർ ആയതുകൊണ്ട് നിങ്ങളെടുത്ത ടെസ്റ്റ് പോയിന്റിന്റെ ആ പൊസിഷനിൽ റൂട്ട് ലോക്കസ് ഉണ്ട് എന്നാണ് മീനിങ്. ഈ നെക്സ്റ്റ് ടെസ്റ്റ് പോയിന്റ് എടുക്കാതെ ഇവിടെ എടുക്കാം. ഈ പോയിന്റ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 2 പോളുണ്ട്. 2 ഈസ് ആൻ ഈവൻ നമ്പർ. സോ ഈ പൊസിഷനിൽ റൂട്ട് ലോക്കസ് ഇല്ല. ഇനി ഇവിടെ ടെസ്റ്റ് പോയിന്റ് എടുക്കാം. ഇവിടെ ടെസ്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് 1, 2, 3 പോൾസ് പ്രസന്റ് ആണ്. സോ പോൾസ് എന്നല്ല, പോൾസിന്റെയും സീറോസിന്റെയും സമ്മാണ്. ഇവിടെ സീറോസ് ഇല്ലാത്തതുകൊണ്ടാണ് പോൾസ് മാത്രം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ റൈറ്റ് സൈഡിലേക്ക് 3 ഓഡ് നമ്പർ ആയതുകൊണ്ട് ഈ പോയിന്റിലും റൂട്ട് ലോക്കസ് പ്രസന്റ് ആണ്. ഇവിടെ റൂട്ട് ലോക്കസ് ഈ രീതിയിലായിരിക്കും. ഇപ്പം ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പൊസിഷനിലെല്ലാം റൂട്ട് ലോക്കസ് പ്രസന്റ് ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം? സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്നാ ചെയ്യുന്നത്? സ്റ്റെപ്പ് 3യിൽ ഈ റൂട്ട് ലോക്കസിന്റെ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. 2 പോളിന്റെ ഇടയ്ക്ക് റൂട്ട് ലോക്കസ് പ്രസന്റ് ആണ്. ഇങ്ങനെ നമുക്ക് പോസിബിൾ ആണോ? നമുക്ക് റൂട്ട് ലോക്കസ് എപ്പോഴും എങ്ങനെയാണ്? അതിന് സ്റ്റാർട്ടിങ് എൻഡിങ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ സ്റ്റാർട്ടിങ് എൻഡിങ് മാർക്ക് ചെയ്യണമെങ്കിൽ ഒരു പോളും ഒരു സീറോയും വെച്ചിട്ടേ പറ്റുള്ളൂ. ഇവിടെ 2 പോളിന്റെ ഇടയ്ക്ക് വരുമ്പോൾ അതിന് സ്റ്റാർട്ട് എൻഡ് ഇല്ല എന്ന് പറയാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് 2 പോളിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ ഒരു ബ്രേക്ക് അവേ പോയിന്റ് ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബാലൻസ് വരുന്ന റൂട്ട് ലോക്കസ് എങ്ങനെ വരും എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ സ്റ്റെപ്പ് 3യിൽ നമ്മൾ കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റെപ്പ് 3യിൽ നമുക്ക് ആ ബ്രേക്ക് അവേ വരുന്ന പോയിന്റ് അല്ലെങ്കിൽ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. സെൻട്രോയിഡിന്റെ ഇക്വേഷൻ എന്നാ? സിഗ്മ പോൾസ് മൈനസ് സിഗ്മ സീറോസ് ഡിവൈഡഡ് ബൈ n-m. ഓക്കെ, പോൾസിന്റെ സം എന്ത് വരും? 0 -2 -3 ആണ് അല്ലേ? അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ -5 വരും. -5 സീറോസ് ഇല്ല. ദെൻ n-m 3 പോൾസും 3 - 0 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -5/3. -5/3 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ -1.66 ആണ്. ഓക്കെ, ഇപ്പൊ സെൻട്രോയിഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഒക്കെ കിട്ടി. -1.66 അത് ഇവിടെ മാർക്ക് ചെയ്യാം. -1.66 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ ആയിട്ട് വരും അല്ലേ? -1.66 അതാണ് നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താ? റൂട്ട് ലോക്കസ് വരുന്ന ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അസിംപ്ടോട്ട്സിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കാം. അസിംപ്ടോട്ട്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? അസിംപ്ടോട്ട്സിന്റെ ഇക്വേഷൻ +or-180 into 2q plus 1 divided by n-m, where q varies from 0, 1, 2, etc. up to n-m. ഇപ്പോൾ ഈ കേസിൽ n-m എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 0, 1, 2, 3 വരെ q വേരി ചെയ്യും. ഈ ഓരോ ക്യൂവിനും നമ്മൾ ഈ ഒരു ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുക. അസിംപ്ടോട്ടിന്റെ ആംഗിൾ ആണ് ഇത്. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ +or-180 into 2q plus 1 divided by n-m എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഓരോ ക്യൂവിനും ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് q = 0. q = 0 ആണെങ്കിൽ θ1 = എന്തെന്ന് വരും? +or-180 into 0. 2q plus 1 എന്ന് പറഞ്ഞാൽ 2q 0 ആയി പോകും. 1 മാത്രമേ ഉള്ളൂ. ഡിവൈഡ് ബൈ
3 വരും. ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് 60 വരും. ഓക്കെ, ദെൻ Q ഈക്വൽ ടു 1 ആണെങ്കിലോ തീറ്റ 2 വരും. പ്ലസ് ഓർ മൈനസ് 180 ഇൻറ്റു ക്യൂവിന് 1 ആണെങ്കിൽ 2 പ്ലസ് 1 3, 3യും 3യും ക്യാൻസൽ ആയി പോയിട്ട് പ്ലസ് ഓർ മൈനസ് 180 ഡിഗ്രി തന്നെ വരും അല്ലേ. ദെൻ Q ഈക്വൽ ടു 2 ആണെങ്കിലോ തീറ്റ 3 വരും. പ്ലസ് ഓർ മൈനസ് 180 ഇൻറ്റു 2 ഇൻറ്റു 3 6, 6 പ്ലസ് 1 തീറ്റയ്ക്ക് 2 അല്ലേ, 2 ഇൻറ്റു 2 4, 4 പ്ലസ് 1 5, ദാറ്റ് ഈസ് 5/3 ഇൻറ്റു 5/3 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 60 വരും. 60 ഇൻറ്റു 5 ദാറ്റ് ഈസ് 300 പ്ലസ് ഓർ മൈനസ് 300 വരും തീറ്റ 3 എന്ന് പറയുന്നത്. ദെൻ തീറ്റ 4 അല്ലേ, ക്യൂവിന് 3 വരെ വാല്യൂസ് കൊടുക്കണം. Q ഈക്വൽ ടു 3 ആവുമ്പോൾ തീറ്റ 4 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 180 ഇൻറ്റു 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് 6 പ്ലസ് 1 ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 7 ഇൻറ്റു 60, അതായത് പ്ലസ് ഓർ മൈനസ് 420 എന്ന് വരും. ഈ 420 ഡിഗ്രി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഒരു മൈനസ് 360 ചെയ്തേ, 420 മൈനസ് 360 എന്ന് പറയുന്നത് 60 തന്നെ കിട്ടണേ. അതായത് ദിസ് ഈസ് സെയിം ആസ് പ്ലസ് ഓർ മൈനസ് 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇത്രയും ആംഗിൾസ് കിട്ടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? ഇത്രയും ആംഗിൾസിൽ റൂട്ട് ലോക്കസ് അവിടെ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾസ് എല്ലാം നമ്മുടെ സെൻട്രോയിഡ് പോയിന്റിലേക്ക് മാർക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? 60 പ്ലസ് ഓർ മൈനസ് 60 പ്ലസ് ഓർ മൈനസ് 180 പ്ലസ് ഓർ മൈനസ് 60 മാർക്ക് ചെയ്യാം. പ്ലസ് ഓർ മൈനസ് 60 എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ ഒരു ആംഗിളാണ് വരിക അല്ലേ. പ്ലസ് 60 മൈനസ് 60 പറയുന്നുണ്ട്. പ്ലസ് 60 കൂടെ മൈനസ് 60 താഴേക്ക്, അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് 60 ഡിഗ്രി. പ്ലസ് 60 മൈനസ് 60. ദെൻ പ്ലസ് ഓർ മൈനസ് 180 എന്ന് പറയുന്നത് ഏതാ? ഈ റിയൽ ആക്സിസ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ റിയൽ ആക്സിസിലുള്ള നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയൽ ആക്സിസിൽ ഉണ്ടെന്ന് മനസ്സിലായി. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലസ് ഓർ മൈനസ് 300. 300 എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ, ഈ 60 പോയിന്റ്സ് തന്നെയല്ലേ. ഒരു 360 മൈനസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് നോക്കി. ഈ പ്ലസ് 360 എന്ന് പറയുന്നതും മൈനസ് 300 എന്ന് പറയുന്നതും ഇതാണ് പ്ലസ് 360. 300 എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് എന്ത്? പ്ലസ് 300 എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും സെയിം അസിംപ്റ്റോട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 60 മൈനസ് 60 ആണ് ഇൻ എഫക്റ്റിൽ ഉള്ള രണ്ട് പാത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കണം. നമ്മൾ അസിംപ്റ്റോട്ട്സ് വരയ്ക്കാനുള്ള പോയിന്റാണ് എന്ത് കണ്ടുപിടിച്ചത്? മൈനസ് 1.66 എന്ന് പറഞ്ഞ് പഠിച്ചത്. ഈ റൂട്ട് ലോക്കസ് എവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ആകുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ബ്രേക്ക് അവേ പോയിന്റ്. ബ്രേക്ക് അവേ പോയിന്റ്. ഇങ്ങനെ ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാം. നേരത്തെ പറഞ്ഞു അല്ലേ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുക്കുക, അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കുക. അതായത് g(1 + g(h) എടുക്കുക. അതിൽ നിന്ന് ഇക്വേഷൻ എടുത്താലും മതി. അപ്പോൾ അത് ചെയ്യാനായിട്ട്, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കാനായിട്ട് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് കൺസിഡർ ചെയ്താൽ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്തായിരുന്നു? k/s × s+2 × s+3 ആയിരുന്നു അല്ലേ. അപ്പോൾ ക്ലോസ് ലൂപ്പ് ആക്കി കഴിയുമ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് ആഡ് ചെയ്യുക. സോ ഒരു +k ന്യൂമറേറ്റർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ വരും. ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഡിനോമിനേറ്റർ ആണ് അല്ലേ. അപ്പോൾ ആ ഡിനോമിനേറ്റർ എടുത്തെഴുതുക, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ s × s² + 5s + 3 × 2 6 + k എന്ന് വരും. ഓക്കെ, അതായത് ഉള്ളിലേക്ക് s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s³ + 5s² + 6s + k = 0 എന്നുള്ളതായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ.
ഇനി ഇതിൽ നിന്ന് എങ്ങനെ ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാം? കെ ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക. കെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ മൈനസ് എസ് ക്യൂബ് പ്ലസ് 5s² പ്ലസ് 6s എന്ന് വരും. കെ ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിപ്പോൾ ഇതെല്ലാം റൈറ്റ് സൈഡിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് അതിന് 0 dk/ds ഈക്വൽ ടു 0 കൊടുത്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ? സോറി, എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തെന്ന് വരും? 3s² പ്ലസ് 10s പ്ലസ് 6 ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ എടുക്കുക. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എസിൻ്റെ വാല്യൂസ് s² വരുന്ന ടേംസ് ആയതുകൊണ്ട്, സോറി ഇക്വേഷൻ ആയതുകൊണ്ട് 2 സൊല്യൂഷൻ കാണും, S1 ഉം S2. അപ്പോൾ അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇക്വേഷൻ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, -b പ്ലസ് ഓർ മൈനസ് √(b²) - 4ac/2a എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ടും കണ്ടുപിടിക്കാം. എനിവേ ഇവിടെ ഇപ്പോൾ കണ്ടുപിടിക്കുക S1 S2 എന്ന് പറഞ്ഞിട്ട് 2 വാല്യൂസ് കിട്ടും. ഞാനിപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് -0.784 -2.54 ആണ്. ഓക്കെ, ഇപ്പോൾ 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 2 വാല്യൂ പറ്റില്ല, ഏതെങ്കിലും ഒരു വാല്യൂ അല്ലേ ബ്രേക്ക് അവേ നടക്കുള്ളൂ. അപ്പം അത് ഏതാണ് എന്നെങ്ങനെ മനസ്സിലാക്കാം? 0.7 -2.5 നമ്മുടെ ബ്രേക്ക് അവേ വരുന്ന പൊസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഈ -2നും 0യ്ക്കും ഇടയ്ക്കാണ്, ഈ ഒരു പൊസിഷനിലാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു വാല്യൂ ഇവിടെ കിട്ടിയിട്ടുള്ളത് നമുക്ക്. ഏതാണത്? 0.784 -0.784. 2.54 എന്ന് പറയുമ്പോൾ 2ൻ്റെ പുറത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം, ഇവിടെ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് 0.784 ആണ്. അതായത് ഏകദേശം ഇവിടെ വരും -0.784 ആണ് ബ്രേക്ക് അവേ പോയിന്റ്. അപ്പം അതും റൂട്ട് ലോഗസിന്റെ ഫിഗറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് എന്തൊക്കെ മനസ്സിലായി? ഈ റൂട്ട് ലോഗസ് ഇവിടെ വന്നിട്ട് 2ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നു. ആൻഡ് ബ്രേക്ക് ചെയ്ത് പോകുന്ന ഡയറക്ഷനാണ് ഈ അസിംപ്ടോട്ടുകൾ വരച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു ഡയറക്ഷനിൽ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കണം, ഇത് ബ്രേക്ക് അവേ ചെയ്ത് ഈ ഇമാജിനറി ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. ഇങ്ങനെ 2 പോയിന്റിൽ ഇമാജിനറി ആക്സിസിന് ഇത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റൂട്ട് ലോഗസിന്റെ പ്ലോട്ടിങ് കഴിയും. ഓക്കെ, ഇനി സ്റ്റെപ്പ് വൈസ് പറയുമ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഓർ അറൈവൽ. അതെന്താ? അത് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ഓർ അറൈവൽ അത് വരുന്നത് കോംപ്ലക്സ് പോളുകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് റൂട്ടുകളുള്ള കേസിലാണ്. ഈ പർട്ടിക്കുലർ കേസിൽ നമുക്ക് കോംപ്ലക്സ് പോൾസോ സീറോസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചറും ആംഗിൾ ഓഫ് അറൈവലും ഇല്ല എന്ന് പറയാം. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിൽ അവിടെ നോട്ട് ചെയ്ത് വിടണം. കാരണം സ്റ്റെപ്പിന് നമുക്ക് മാർക്കുള്ളതാണ്. ടോട്ടൽ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അപ്പം അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ? ആ ഇമാജിനറി ആക്സിസിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതായത് ക്രോസിംഗ് പോയിന്റ് അറ്റ് jω ആക്സിസ് അത് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. s³ + 5s² + 6x + k. അപ്പം ഞാൻ ഇവിടേക്ക് ഒന്ന് എഴുതുകയാണ്. s³ + 5 s³ + 5s² + 6s + k = 0. ഈ ഒരു ഇക്വേഷന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അതിന്റെ k വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്രോസിംഗ് പോയിന്റ് അല്ലേ നമുക്ക് കിട്ടുക. അതായത് ഈ ഇക്വേഷൻ മാർജിനലി സ്റ്റേബിൾ ആകുന്ന പോയിന്റ് ആണ് jω ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? RH ക്രൈറ്റീരിയൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഒരു അറേ ഫോം ചെയ്യുക. s³ വരുന്നത് 1 6, ദെൻ s² എന്ന് പറയുമ്പോൾ 5k. s⁻1 കണ്ടുപിടിക്കുക. 5 × 6 30 - k. 30 - k ഡിവൈഡഡ് ബൈ 5. ഇവിടെ വരുമ്പോൾ 5 × 0 ഇല്ല, ഇവിടെ 0 ആണ്. ദെൻ s⁻1 എന്തെന്ന് വരും? this 1 × k - 0 ഡിവൈഡ് ബൈ this 1. സോ k തന്നെ സർട്ടൻ ആയിട്ട് വരും. ഈ ഒരു അറേ മാർജിനലി സ്റ്റേബിൾ ആവുന്ന രീതിയിൽ ഈ കെയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രോസിംഗ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇത് മാർജിനലി സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് കോളത്തിൽ ഒരു 0 വരണം അല്ലേ?
സ്റ്റേബിൾ ആകണമെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ എല്ലാ ടേംസും സെയിം സൈൻ ആവണം. അതായത് ഇത് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ഈ രണ്ട് ടേംസും പോസിറ്റീവ് ആണെങ്കിലേ ഇത് സ്റ്റേബിൾ ആവുള്ളൂ. അതായത് ഫോർ സ്റ്റെബിലിറ്റി k ഗ്രേറ്റർ ദാൻ 0, ഈ ടേം ഗ്രേറ്റർ ദാൻ 0 ആവണം. അതുപോലെ 30 - k by 5 ഗ്രേറ്റർ ദാൻ 0 ആകണം. ഓക്കെ, ഇനി നമുക്ക് ആ കറക്റ്റ് മാർജിൻ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ടേം ഈക്വൽ ടു 0 എടുത്ത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. 30 - k by 5 ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? 30 - k ഈക്വൽ ടു 0 ഓർ k ഈക്വൽ ടു 30. k ഈക്വൽ ടു 30 ആവുന്ന കേസിലാണ് ഇതിന്റെ മാർജിനൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റൂട്ട് ലോക്കസ് ജെ-ഒമേഗ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ഗെയിൻ ആണ് k. ഗെയിൻ k 30യിൽ കൂടി പോയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി പോകും അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആകും സിസ്റ്റം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് k ചോദിക്കുകയാണെങ്കിൽ എന്തെന്ന് എഴുതാം? 0 ലെസ് ദാൻ k ലെസ് ദാൻ 30യിലാണ് ഈ സിസ്റ്റം സ്റ്റേബിൾ ആകുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാ ഗെയിൻ k 30യിൽ താഴെ നിന്നാൽ മാത്രമാണ് ഇവിടെ മാർജിൻ സ്റ്റെബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് കട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. കട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യുക? അതായത് മാർജിനലി സ്റ്റേബിൾ ആണെങ്കിൽ ഉള്ള കേസാണ് പറയുന്നത്. അപ്പം ഈ ഒരു ടേം 0 ആണെങ്കിലാണ് അതിനൊരു കണ്ടീഷൻ വരിക അല്ലേ? ഈ ഒരു ടേം 0 ആണെങ്കിലാണ് ഇത് മാർജിനലി സ്റ്റേബിൾ ആണെന്ന് പറയാം. അതായത് ഇത് 0 ആണെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്ത് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇത് 0 ആണെന്ന് വിചാരിക്കുക. ഇത് 0 ആണെങ്കിൽ അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എങ്ങനെ വരും? 5a² + k എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ ഞാൻ ഈ സൈഡിലേക്ക് എഴുതുകയാണ്. ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതുവാണെങ്കിൽ 5a² + k ഈക്വൽ ടു 0 എന്ന് വരും. ഇതിൽ നിന്ന് എന്താണ് എസിൻ്റെ കെയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ലിമിറ്റിംഗ് വാല്യൂ കിട്ടിയല്ലോ 30. അപ്പോൾ 5a² + 30 ഈക്വൽ ടു 0 അല്ലെങ്കിൽ 5a² = -30 അല്ലെങ്കിൽ a² = -30/5 ദാറ്റ് ഈസ് -6 അല്ലെങ്കിൽ s = √(-6). √(-6) എന്ന് പറയുന്നത് കറക്റ്റ് വാല്യൂ വരുന്നത് ±2.4 എന്നാണ്. ±2.4 j എന്നാണ്. ഓക്കെ, -6ന്റെ റൂട്ട് മൈനസിന്റെ ആയതുകൊണ്ട് j വരുമെന്ന് ഉറപ്പാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതെന്താ j-ω എന്ന് പറഞ്ഞ ടേം ആണല്ലേ. അപ്പോൾ ω = 2.4 റേഡിയൻസ് പെർ സെക്കൻഡ് വരുന്ന കേസിലാണ് ഈ കെയുടെ വാല്യൂ ലിമിറ്റിംഗ് വാല്യൂ ആയിട്ടുള്ള 30 വരുന്നത്. അതായത് നമ്മുടെ ആക്സിസിൽ മാർക്ക് ചെയ്യുമ്പോൾ മൈനസ് അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് രണ്ടും വരും. 2.4ലാണ് ഈ റിയൽ ആക്സിസ് ഇമാജിനറി ആക്സിസിനെ കട്ട് ചെയ്യുക. 2.4 ആയിരിക്കും ഇവിടെ j-ω എന്ന് പറയുന്നത്. 2.4 j. അതുപോലെ ഇവിടെ എന്തെന്ന് വരും? -2.4 j. ഇവിടെ ആയിരിക്കും റൂട്ട് ലോക്കസ് കട്ട് ചെയ്യുക. ഈ പൊസിഷനിലാണ് എന്ത് കെയുടെ വാല്യൂ 30 വരുന്നത്. അപ്പോൾ ഈ കേസിൽ സ്റ്റെബിലിറ്റി ഈസ് ഫോർ 0 to 30 റേഞ്ചിലാണ്. കെയുടെ വാല്യൂ ഈ റേഞ്ചിലായിരിക്കണം. കെയുടെ വാല്യൂ 30 വരുമ്പോൾ വരുന്ന പോയിന്റ് ആണ് 2.4. ഇതെല്ലാം കൂടി വെച്ചിട്ട് റൂട്ട് ലോക്കസ് കംപ്ലീറ്റ് ചെയ്യുക. റൂട്ട് ലോക്കസ് ബ്രേക്കപ്പ് ആവുന്നത് ഈ ഒരു പോയിന്റിലാണ് -0.74. അപ്പം ഇവിടെ ഇത് ബ്രേക്കപ്പ് ആയി ഏത് ഡയറക്ഷനിൽ പോകും? ഈ ഒരു അസിംപ്ടോട്ടിന്റെ ഡയറക്ഷനിൽ ഇങ്ങനെ പോകും. ഇവിടെ അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഈ റൂട്ട് ലോക്കസ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് ലോക്കസിന് 3 പാർട്ട് ഉണ്ട്. ഇതൊന്ന്, ഇത് 2, ഇത് 3. ഓക്കെ, അപ്പോൾ ഈ ഓരോ പാർട്സും ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ക്രോസിംഗ് പോയിന്റും എല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് കംപ്ലീറ്റ് റൂട്ട് ലോക്കസ് ഡയഗ്രത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ റൂട്ട് ലോക്കസിന്റെ സ്റ്റെബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് റൂട്ട് ലോക്കസ് ഓർ ദിസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഫോർ ഓൾ ദ വാല്യൂസ് ഓഫ് k ബിറ്റ്വീൻ 0 and 30. 30ക്ക് ബിയോണ്ട് ആയിട്ട് വാല്യൂ പോയി കഴിഞ്ഞാൽ റൂട്ട് ലോക്കസ് റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിലേക്ക് പോകുന്നു. സോ ഇറ്റ് ബിക്കംസ് അൺസ്റ്റേബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ. എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. അത് ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു RH ക്രൈറ്റീരിയൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും പിന്നെ ഒരു റൂട്ട് ലോക്കസ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് രണ്ടും സോൾവ് ചെയ്യാം. 16A, given characteristic equation of a system using RH criterion, find the range of K for the system to be stable. Range of K for the system to be stable ആണ് ചോദിച്ചിരിക്കുന്നത്. Also find the frequency of sustained oscillations at marginal stability. എന്താ അത്? റേഞ്ച് ഓഫ് K കണ്ടുപിടിക്കണം. ഓൾസോ ഫ്രീക്വൻസി ഓഫ് സസ്റ്റെയിൻഡ് ഓസിലേഷൻ അറ്റ് മാർജിനൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ജെഒമേഗ ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന, റൂട്ട് ലോക്കസ് ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതൊരു ജെഒമേഗ എന്ന് പറഞ്ഞ ടേം ആയിരിക്കും കിട്ടുക. അതിനകത്ത് ഈ ഒമേഗ എന്ന് പറയുന്നതാണ് ആ മാർജിനൽ സ്റ്റെബിലിറ്റിയുടെ ഫ്രീക്വൻസി, അല്ലെങ്കിൽ അന്നേരത്തെ ആ ഓസിലേഷൻ, സസ്റ്റെയിൻഡ് ഓസിലേഷൻസിന്റെ ഫ്രീക്വൻസി ആയിരിക്കും ഈ ക്രോസിംഗ് പോയിന്റിൽ കിട്ടുന്ന ഈ ഒമേഗയുടെ വാല്യൂ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ്പ്രഷൻ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമ്മുടെ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ നെസസറി കണ്ടീഷൻസ് ആദ്യം ചെക്ക് ചെയ്യുക. നെസസറി കണ്ടീഷൻസ് പറയുമ്പോൾ S⁴ ഇക്വേഷൻ ആണ്. S³ ഉണ്ട്, S² ഉണ്ട്, S⁴ ഉണ്ട്, S⁴ ഉണ്ട്. അപ്പൊ എല്ലാ ടേംസും പ്രസന്റ് ആണ് ആൻഡ് എല്ലാ ടേംസും സെയിം സൈൻ ആണ്. സോ നെസസറി കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഇനി സഫിഷ്യൻ കണ്ടീഷനിലേക്ക് പോവാം. ഇതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യണം. റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് എടുക്കുകയാണ് കേട്ടോ. S⁴ സ്റ്റാർട്ട് ചെയ്യുന്ന അറേയാണ്. S⁴ എന്തൊക്കെ വരും? 1, then 15K, 1, 15K, 1, 15K, then S⁴ 22, 22. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാം അല്ലേ. 22 എന്ന് പറയുന്നതിന് കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 20ക്ക് പകരം എന്ത് ചെയ്താൽ മതി? 10, ഇവിടെ 1. അതിന് ഡിവൈഡ് ബൈ 2 വെച്ച് എഴുതാം. നമുക്ക് കാൽക്കുലേഷൻസിൽ കുറച്ചുകൂടി ചെറിയ വാല്യൂസിൽ ചെയ്യാമല്ലോ. 22 എന്നുള്ളത് ഡിവൈഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 10, 1 എന്ന് കിട്ടും. ഓക്കെ, എന്ത് ചെയ്യാം? അരെ കംപ്ലീറ്റ് ആക്കുക. 10 × 15, 150 മൈനസ് 1 × 1, 150 മൈനസ് 1, 150 മൈനസ് 1, 149, 149 ഡിവൈഡ് ബൈ 10, 14.9 എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ 149 ബൈ 10 തന്നെ എഴുതിയാലും മതി. കാൽക്കുലേഷൻ കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പിൽ മാത്രം ഫൈനൽ എക്സ്പ്രഷനിലേക്ക് പോയാൽ മതി. ദെൻ നെക്സ്റ്റ് വരുന്നത് 10 × K മൈനസ് 0 ബൈ 10. അപ്പോൾ എന്തെന്ന് വരും? 10K ബൈ 10 എന്ന് വരും. ദാറ്റ് ഈസ് K തന്നെയാണ് ഇവിടെ വരുന്നത്. അടുത്ത S⁴ 1ൽ 14.9 × 1 മൈനസ് 10K ഡിവൈഡ് ബൈ 14.9. അപ്പോൾ അത് 14.9 മൈനസ് 10K ഡിവൈഡഡ് ബൈ 14.9 അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ വരുമ്പോഴോ 14.9 × 0, K ഇത് 0 ആയിട്ടു, 0 എന്ന് കിട്ടാൻ വരുള്ളൂ. ഇനി S⁴ വരുമ്പോൾ ദിസ് ടേം ഇൻറ്റു K മൈനസ് 0 ഡിവൈഡ് ബൈ ദിസ് ടേം. സോ K മാത്രം വരും. ഇതാണ് നമ്മുടെ റൂത്ത് അറേ വരുന്നത്. എന്താ ചെയ്യുക? ഇതിന്റെ സ്റ്റെബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആൻഡ് റേഞ്ച് ഓഫ് K ഫോർ സ്റ്റേബിൾ സിസ്റ്റം. ഇവിടെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ നോക്കുക. എല്ലാം സെയിം സൈൻ അല്ലേ എന്ന് നോക്കുക. സൈൻ ചേഞ്ചസ് ഉണ്ടോ എന്ന് നോക്കുക. സൈൻ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ഈ സിസ്റ്റം സ്റ്റേബിൾ ആവാം. ഇനി നമുക്ക് എന്താണ് ഇവിടെ K എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. അപ്പൊ Kയുടെ റേഞ്ച് ഓഫ് വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതെന്താണെങ്കിലും മാർജിനൽ സ്റ്റെബിലിറ്റി ആണ് വരുള്ളൂ. കാരണം എന്താ? ഈ ടേം 0 ആയി പോകുന്ന രീതിയിൽ, ഈ എലമെന്റ് 0 ആയി പോകുന്ന രീതിയിൽ ഇവിടെ വരാം. അപ്പൊ മാർജിനൽ സ്റ്റെബിലിറ്റിയിലെ ഇത് വരുള്ളൂ. അപ്പൊ മാർജിനൽ സ്റ്റെബിലിറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ടേംസ്. അപ്പോൾ ഫസ്റ്റ് കോളം എലമെന്റ്സ് എല്ലാം സെയിം സൈൻ ആകണമെങ്കിൽ ഇതും പോസിറ്റീവ് ആയിരിക്കണം, ഇതും പോസിറ്റീവ് ആയിരിക്കണം. അതായത് K should be greater than 0. ഇത് greater than 0 ആയിരിക്കണം ആൻഡ് ഇതും greater than 0 ആയിരിക്കണം. 14.9 മൈനസ് 10K ഡിവൈഡ് ബൈ 14.9 ഷുഡ് ബി greater than 0. റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഈക്വൽ ടു 0 വെച്ച് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. അതായത് 14.9 മൈനസ് 10K ഡിവൈഡ് ബൈ 14.9 ഈക്വൽ ടു 0.
ഇതിൽ നിന്ന് ഇതെന്ന് എഴുതാം 14.9 ഈക്വൽ ടു 10K, അല്ലെങ്കിൽ K ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 1.49. ഓക്കെ, അപ്പം അതിൻ്റെ ലിമിറ്റിംഗ് റേഞ്ച് കെയുടെ വാല്യൂ ഈ ഒരു വാല്യൂവിനേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ടോട്ടലി K ഗ്രേറ്റർ ദാൻ 0 ആൻഡ് K ലെസ് ദാൻ 1.49 എന്നുള്ള കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 0 ലെസ് ദാൻ K ലെസ് ദാൻ 1.49 ആണ് ഇവിടുത്തെ റേഞ്ച് ഓഫ് K ഫോർ മാർജിനൽ സ്റ്റെബിലിറ്റി. അല്ലേ, ഇത് മാർജിനൽ സ്റ്റെബിലിറ്റി ആണ് വരുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേബിൾ ആവാൻ Kക്ക് ഈ വാല്യൂ, ഈ റേഞ്ചിലുള്ള വാല്യൂസേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് അങ്ങനെ തന്നെ സെന്റൻസ് ആയിട്ട് എഴുതി വെക്കുക കേട്ടോ. റേഞ്ച് ഓഫ് K പോസിബിൾ ഫോർ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് എഴുതി വെക്കുക. ദെൻ ഇനി എന്നാ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓൾസോ ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് സസ്റ്റൈൻഡ് ഓസിലേഷൻസ് ഫോർ മാർജിനൽ സ്റ്റെബിലിറ്റി. മാർജിനൽ സ്റ്റെബിലിറ്റിക്ക് വരുന്ന ആ ഫ്രീക്വൻസി, അതായത് ജെഒമേഗ ആക്സിസിൽ നമ്മുടെ റൂട്ട് ലോക്കസ് വരയ്ക്കുകയാണ്. ഈ ജെഒമേഗ ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചില്ലേ, ആ പോയിന്റ് കണ്ടുപിടിക്കാനായി പറയുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അത് റേഡിയൻസ് പെർ സെക്കൻഡിലെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടെ മാർജിനൽ സ്റ്റെബിലിറ്റിയുടെ കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ മാർജിനൽ സ്റ്റെബിലിറ്റി വരണമെങ്കിൽ ഏതെങ്കിലും ഒരു ടേം, ഫസ്റ്റ് കോളത്തിലെ ടേം 0 ആയി പോകണം. അപ്പൊ ഈ ഒരു ടേം ആണ് 0 ആയി പോകണേന്ന് വിചാരിക്കുക. ഈ ഒരു ടേം 0 ആയി പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഓക്സിലറി ഇക്വേഷൻ നമ്മൾ എഴുതുവാണെങ്കിൽ ഏതെടുക്കണം? ഈ ഒരു കോളം, ഈ ഒരു റോ കൺസിഡർ ചെയ്യണം അല്ലെ. ഈ ടേം 0 ആയി പോയി കഴിഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ S സ്ക്വയറിന്റെ ഈ റോ വരും. അപ്പൊ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറഞ്ഞേ, ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരും? 14.9 S സ്ക്വയർ, 14.9 S സ്ക്വയർ പ്ലസ് K അല്ലെ, പ്ലസ് K എന്ന് വരും. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ വരെ ഈക്വൽ ടു 0. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ എസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. ആ എസിന്റെ വാല്യൂസ് ആയിരിക്കും ക്രോസിംഗ് പോയിന്റ് എന്ന് പറയാം. 14.9 S സ്ക്വയർ, Kക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ലിമിറ്റിംഗ് വാല്യൂ അല്ലെ, ഇമാജിനറി ആക്സിസിൽ വരുന്ന വാല്യൂ, ഇത് 1.49 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 1.49 ഈക്വൽ ടു 0, അല്ലെങ്കിൽ 14.9 S സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1.49. ഇതിൽ നിന്ന് S സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 1.49 ഡിവൈഡ് ബൈ 14.9. രണ്ട് സെയിം വാല്യൂ ആയതുകൊണ്ട് ഇത് എന്തെന്ന് വരും? -0.1 എന്ന് വരും. സോറി, ഇത് S സ്ക്വയർ ആണ്. ഇത് S സ്ക്വയർ ഇസ് ഈക്വൽ ടു -0.1. ഇതിൽ നിന്ന് S ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -0.1. റൂട്ട് ഓഫ് -0.1 എന്ന് പറയുന്നത് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, കിട്ടുന്ന വാല്യൂ +or-J.316 ആണ്. ഇതാണ് എന്ത് നമ്മുടെ J ഒമേഗ എന്ന് പറയുന്നത്. സോ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത്, മാർജിനൽ സ്റ്റെബിലിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.316 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ചോദിച്ചിരിക്കുന്നത്. ഈ റൂത്ത് ഹെർവിറ്റ്സ് ക്രൈറ്റീരിയനിൽ ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു ഓക്സിലറി ഇക്വേഷൻ എഴുതി അതിൽ നിന്ന് ഒമേഗ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. മാർജിനൽ സ്റ്റെബിലിറ്റിക്ക് വരുന്ന K അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, റേഞ്ച് ഓഫ് Kയുടെ മാക്സിമം വാല്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 16B, sketch root locus for the given open loop transfer function and comment on the system stability. Again, open loop transfer function ആണ് തന്നിരിക്കുന്നത്, G of S, H of S. The numerator പോൾസും സീറോസും ഉള്ള ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. K into S+2 ഡിവൈഡഡ് ബൈ S into S+1 into S+4. ഓക്കെ, അപ്പൊ ഇവിടെ 8 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ ഇത് സോൾവ് ചെയ്യാം. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് എന്താ? പോൾസ് എഴുതുക. പോൾസ് ഏതൊക്കെയാണ്? 0 ഉണ്ട്. ഓപ്പൺ ലൂപ്പ് പോൾസ് എന്ന് പറഞ്ഞാൽ 0, -1, -4. നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 3 ആൻഡ് സീറോസ് എന്ന് പറയുന്നത് S is equal to -2. അപ്പോൾ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയുന്നത് 1. ഓക്കെ, പോൾസും സീറോസും വരച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുക. പോൾ സീറോ പ്ലോട്ട് വരയ്ക്കുക ആൻഡ് റിയൽ
റിയൽ ആക്സിസ് റൂട്ട് ലോക്കസ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പ് ആദ്യം ചെയ്ത് വെക്കാം. പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാനായിട്ട് എന്താണ് ഇതിന്റെ പോൾ സീറോസ് വരുന്നത് -2 അപ്പം -2 ഒരു സീറോ വരുന്നുണ്ട്, -2. ദെൻ പോൾസ് വരുന്നത് 0 ഒരു പോൾ ഉണ്ട്, -1 ഒരു പോൾ ഉണ്ട്, ദെൻ -4 എന്ന് പറയുമ്പോൾ ഇവിടേക്ക് ആയിട്ട് വരും. -4 ഒരു പോൾ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് പോൾ സീറോ പ്ലോട്ടിൽ വരിക. ഇനി നമ്മൾ ഇതിന്റെ റിയൽ ആക്സിസിലുള്ള റൂട്ട് ലോക്കസ് എങ്ങനെ കണ്ടുപിടിക്കാം? ടെസ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് ഓഡ് നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആണെങ്കിൽ അവിടെ റൂട്ട് ലോക്കസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ടെസ്റ്റ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ടോ? ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് ഒരു പോളേ ഉള്ളൂ. ഇവിടെ ഓടാണ് കിട്ടിയത്. ഇവിടെ ഒരു റൂട്ട് ലോക്കസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇത് 2 പോളിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് ഇവിടെ എന്തും വരും? ഇവിടെ ബ്രേക്ക് അവേ പോയിന്റും വരും അല്ലേ? ഇവിടെ സ്പ്ലിറ്റായി റൂട്ട് ലോക്കസ് സ്പ്ലിറ്റായി പോകുന്നുണ്ട്. ദെൻ ഇവിടെ ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ റൂട്ട് ലോക്കസ് ഉണ്ടോ? ഇതിന്റെ റൈറ്റിലേക്ക് 1 2 ഓഡ് നമ്പർ ഈവൻ നമ്പർ ആണ്, സോ ഇവിടെ റൂട്ട് ലോക്കസ് ഇല്ല. ഈ പോയിന്റ് എടുക്കുകയാണെങ്കിലോ റൈറ്റിലേക്ക് 1 2 3 3 പോൾസ് ആൻഡ് സീറോസ് ഉണ്ട്, സോ ഓഡ് നമ്പർ ആണ്, ഇവിടെ റൂട്ട് ലോക്കസ് പ്രസന്റ് ആണ്. ഓക്കെ, ഇത്രയും ഈ 2 ലൊക്കേഷൻസിൽ റൂട്ട് ലോക്കസ് പ്രസന്റ് ആണ്. ഈ പോയിന്റിൽ എടുക്കുമ്പോൾ ഉണ്ടാവും ഇതിന്റെ റൈറ്റിലേക്ക് 1 2 3 4 ഈവൻ നമ്പർ ആണ്, സോ അവിടെ ഇല്ല. ഇപ്പോൾ പോൾ സീറോ പ്ലോട്ട് ആയി. അപ്പോൾ ഇതിന്റെ ആക്സിസ് ഒക്കെ വരയ്ക്കുക കേട്ടോ. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ച് നല്ല നീറ്റായിട്ട് വരയ്ക്കുക. സിഗ്മ ആക്സിസ് ആണ്, ജിയോമെഗ ആക്സിസ് ആണ്. പോൾ സീറോ ഒക്കെ മാർക്ക് ചെയ്യുക. ഇത് -1 ആണ്, ഇത് 0 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വരിക? നമുക്ക് ഇതിന്റെ സെൻട്രോയിഡ്, അസിംപ്റ്റോട്ട് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കുക? സെൻട്രോയിഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് നമ്പർ 3. സെൻട്രോയിഡ് സിഗ്മ പോൾസ് മൈനസ് സിഗ്മ സീറോസ് ഡിവൈഡ് ബൈ n-m. സം ഓഫ് പോൾസ് എന്ന് പറയുന്നത് എന്ത് വരും? പോൾസിന്റെ സം എന്തൊക്കെയാ? 0യും -1ഉം -4ഉം. അപ്പം -5 മൈനസ് സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് ഒരു 0 -2 അപ്പോൾ -2 അല്ലെങ്കിൽ +2 ഡിവൈഡ് ബൈ n-m. n 3 ആണ്, m 1 ആണ്, അപ്പോൾ ഡിവൈഡ് ബൈ 2. -5 + 2 എന്ന് പറയുമ്പോൾ 3 വരും. -3/2 ദാറ്റ് ഈസ് -1.5 വരും. എന്ത്? സെൻട്രോയിഡ്. അപ്പൊ സെൻട്രോയിഡ് പ്ലോട്ട് ചെയ്യാം. സെൻട്രോയിഡ് -1.5 അല്ലെ? -1.5 സെൻട്രോയിഡ്. അതെ, -1.5 എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലായിട്ട് വരും. വേറെങ്കിലും കളറോട് മാർക്ക് ചെയ്യാം. -1.5 സെൻട്രോയിഡ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ? അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കണം. അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ±180 × 2q + 1 divided by n-m, where q varies from 0, 1, etc. up to n-m. അതായത് ഇവിടെ n-m എന്ന് പറയുന്നതിന്റെ വാല്യൂ 3 - 1 2 വരും. സോ 0 1 2 3 വാല്യൂസ് ക്യൂവിന്റെ കണ്ടുപിടിക്കേണ്ടി വരും. ക്യൂവിന്റെ 3 വാല്യൂസിന് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ q = 0ക്ക് θ1 എന്തെന്ന് വരും? ±180/2 വരും. 180/2 എന്ന് വരും. ദാറ്റ് ഈസ് ±90. θ1 കിട്ടി. q = 0 1 ആയിരിക്കുമ്പോൾ q = 1 ആയിരിക്കുമ്പോൾ θ2 = എന്തെന്ന് വരും? ±180 × 1 ആവുമ്പോൾ 2 + 1 3. 3 divided by 2. അപ്പോൾ എന്തെന്ന്? 180/2 90. 90 × 3 270 ±90.
270 ഡിഗ്രി വരും. ദെൻ Q ഈക്വൽ ടു 2 ആയിരിക്കുമ്പോൾ തീറ്റ 3 is equal to plus or minus 180 into 2 into 2 plus 1 by 2. അതായത് 4 plus 1 5. 5 into 90 വരും. ഇത് 450. 450 plus or minus 450 ആംഗിളിൽ വരും. ഓക്കെ, ഇത്രയും അസിംപ്റ്റോട്ട്സ് ആണല്ലോ. ഇന്നത്തെ 90 ഡിഗ്രി എന്ന് പറഞ്ഞാലും 270 ഡിഗ്രി എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണല്ലേ. പിന്നെ ഉള്ളത് 450 ആണ്. 450 എന്ന് പറയുന്നത് 450 മൈനസ് 360 ചെയ്ത് നോക്കിയേ, എന്താണ് 0. 15 മൈനസ് 90, അപ്പോൾ സെയിം തന്നെയാണ്, സെയിം 90 ഡിഗ്രി തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ 90, 270 അല്ലെങ്കിൽ 90 ഡിഗ്രി തന്നെ സെയിം ആംഗിൾസ് തന്നെയാണ്. അപ്പോൾ അതും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. അസിംപ്റ്റോട്ട്സ് മാർക്ക് ചെയ്യേണ്ട എവിടെയാ? 1.5 അല്ലേ. അപ്പോൾ അവിടെ അസിംപ്റ്റോട്ട്സ് മാർക്ക് ചെയ്യുക. 90, 270. 90 എന്ന് പറഞ്ഞ് പ്ലസ് ഓർ മൈനസ് 90 വരയ്ക്കുമ്പോൾ തന്നെ 270 അതിനകത്ത് വന്നു കഴിഞ്ഞു അല്ലേ. ഇതാണ് പ്ലസ് 90 എന്ന് പറയുന്നത്, ഇതാണ് മൈനസ് 90 എന്ന് പറയുന്നത്. 270 എന്ന് പറഞ്ഞാലും 180 പ്ലസ് 90 ആണ്, സെയിം ലൈൻ തന്നെ വരും. ഓക്കെ ഓക്കെ ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതായി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ബ്രേക്ക് അവേ പോയിന്റ്, ബ്രേക്ക് ഇൻ പോയിന്റ് ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഏതാ ഉള്ളത്? നമുക്ക് റൂട്ട് ലോക്കസ് കാണുമ്പോൾ മനസ്സിലാവും, രണ്ട് പോൾസിന്റെ ഇടയ്ക്കാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്, രണ്ട് പോൾസിന്റെ ഇടയ്ക്കാണ് റൂട്ട് ലോക്കസ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു ബ്രേക്ക് എവേ പോയിന്റ് ഉണ്ടാകും. ബ്രേക്ക് എവേ പോയിന്റ് ഉണ്ടാവും. ബ്രേക്ക് എവേ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്താ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി അതിൽ നിന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു 0. അതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരിക. അല്ലെങ്കിൽ എങ്ങനെയാ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എങ്ങനെയാ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കൂടെ ആഡ് ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇതിന്റെ വരുമ്പോൾ എങ്ങനെയാ, 1 പ്ലസ് എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 എന്നല്ലായിരുന്നു ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എന്തെന്ന് വരും? എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 പ്ലസ് ഈ ടേം വരും കെ ഇൻറ്റു എസ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്നുള്ള ടേം വരും. ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കണം. ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? കെ ഈക്വൽ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇക്വേഷൻ മാറ്റി ഡി കെ ബൈ ഡി എസ് എടുത്തു അല്ലെ. കെ ഈക്വൽ ടു എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ മൈനസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 അല്ലേ, ഇങ്ങനെ വന്നു. ദെൻ ഡി കെ ബൈ ഡി എസ് ഈക്വൽ ടു 0 ഇവിടെ ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതെന്താണ്, ഡി കെ ബൈ ഡി എസ് എടുക്കുമ്പോൾ ഇവിടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടൈം. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 ഇൻറ്റു എസ് എന്നുള്ള രീതിയിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ ഡെറിവേറ്റീവ് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഞാൻ അതിൻ്റെ സ്റ്റെപ്സ് എഴുതുന്നില്ല, ഡെറിവേറ്റീവ് എടുക്കുക. വേണമെങ്കിൽ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് എഴുതി വയ്ക്കാം. മൈനസ് എസ് ക്യൂബ് അല്ലേ, എസ് സ്ക്വയർ ഒരു എസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് ക്യൂബ് ആയി, പ്ലസ് 4 പ്ലസ് 1 5 എസ് സ്ക്വയർ പ്ലസ് 4s ഡിവൈഡ് ബൈ എസ് പ്ലസ് 2. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എസ് ക്യൂബിന് 3s സ്ക്വയർ എന്ന് വരും. അതുപോലെ ഓരോ ടൈമിൻ്റെയും 5 × 2 10s പ്ലസ്
4 എന്ന് വരും. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതായത് s+2 സ്ക്വയർ വരും ഡിനോമിനേറ്ററിൽ. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ s+2 ഹോൾ സ്ക്വയർ 0 ആയി പോകും. ബാലൻസ് വരുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് എസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അന്നേരം എസിന് പല വാല്യൂസ് കിട്ടും. അത് കിട്ടുന്നതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.55 എന്നുള്ളൊരു വാല്യൂ കിട്ടുക. അതായത് നമുക്ക് ഈ ഒരു -1നും 0ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ കിട്ടുന്നുള്ളൂ. ഇത് -0.55 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ ആയിട്ട് വരും -0.55. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് കണ്ടുപിടിച്ച് എന്താണ് -0.55. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഗ്രാഫിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. -0.55 എന്ന് പറഞ്ഞാൽ 0ക്കും -1നും ഇടയ്ക്കായിട്ട് വരും. അപ്പം എന്താ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ റൂട്ട് ലോക്കസ് ഈ പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് സ്പ്ലിറ്റ് അപ്പ് ആയിട്ട് പോവുകയാണ് അല്ലേ. റൂട്ട് ലോക്കസിന്റെ ഡയറക്ഷൻ കൂടി മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ വരും. ഈ ഒരു ഡയറക്ഷനിൽ പോളിൽ നിന്ന് 0യിലേക്ക് എന്നുള്ള രീതിയിലാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രേക്ക് അവേ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ അതായത് റൂട്ട് ലോക്കസിന്റെ ഇമാജിനറി ആക്സിസ് കട്ട് ചെയ്യുന്ന പോയിന്റ് ഒക്കെ കണ്ടുപിടിക്കണം. ആൻഡ് കെയുടെ വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ളതും കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് അതിനു മുമ്പ് ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ഉണ്ട് അല്ലേ. ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ. ഈ കേസിൽ ആംഗിൾ ഓഫ് ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിൽ. ബിക്കോസ് നോ കോംപ്ലക്സ് പോൾസ്. കോംപ്ലക്സ് പോൾസ് ഇല്ലാത്തതുകൊണ്ട് ഡിപ്പാർച്ചർ ആംഗിളും അറൈവൽ ആംഗിളും ഒന്നും ഈ കേസിന് ഇല്ല. ഈ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എന്ത് ക്രോസിംഗ് പോയിന്റ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസിംഗ് പോയിന്റ് ഇൻ ഇമാജിനറി ആക്സിസ്. ഇമാജിനറി ആക്സിസിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റ് അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് ഉണ്ട്. അതായത് റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് അതിൻ്റെ എസിന് j⍵ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു മെത്തേഡ് കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഞാൻ എഴുതുവാണ്. s³ + 5s² + 4 + k ഇൻറ്റു 4 + k ഇൻറ്റു s + 2k = 0. ഇങ്ങനെയായിരുന്നു നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഈ ഇക്വേഷൻ. അപ്പൊ ഇതിൽ നിന്ന് ചെയ്യേണ്ടത്, ഈ മെത്തേഡ് ചെയ്യേണ്ടത്, ആദ്യം എസിന് j⍵ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്തിങ്ങനെ വരും? j⍵³ + 5 j⍵² + 4 + k j⍵ + 2k = 0 എന്ന് വരും. ഇനി ഓരോന്നും എക്സ്പാൻഡ് ചെയ്യുക. അത് ക്യൂബ് അല്ലേ. j⍵³ എന്ന് പറയുമ്പോൾ എന്തെന്ന് വരും? ജെയുടെ ക്യൂബ് എന്ന് പറയാം. ജെ എന്ന് പറഞ്ഞാൽ എന്താ? ജെ എന്ന് പറഞ്ഞാൽ √(-1) ആണ് ഈ ജെ എന്ന് പറഞ്ഞത്. അതിന്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ j² എടുത്തു കഴിഞ്ഞാൽ -1 കിട്ടും. j³ എടുത്തു കഴിഞ്ഞാൽ -1 ഇൻറ്റു ഒരു √-1 കൂടി, അതായത് -j എന്ന് കിട്ടും അല്ലേ. അപ്പം ഇത്രയും വാല്യൂസ് ഉപയോഗിച്ച് ഇതിനൊന്ന് റെഡ്യൂസ് ആക്കുക. അപ്പോൾ j⍵³ എന്ന് പറയുമ്പോൾ j³ ω³. j³ എന്ന് പറഞ്ഞാൽ -j ആണ്. അപ്പോൾ -j⍵³ എന്ന് വന്നു. പ്ലസ് ഇവിടെ 5j⍵². അപ്പോൾ j² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 വരും. അപ്പം ഇവിടെ എന്തെന്ന് വരും? j³ ആണ്. -5ω² എന്ന് വന്നു. പ്ലസ് ഇവിടെ j തന്നെ. അപ്പോൾ 4 + k j⍵ + 2k = 0. അപ്പം ഇങ്ങനെ j⍵ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ്പ്രഷൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ റിയൽ ഇമാജിനറി പാർട്സ് അങ്ങ് സെപ്പറേറ്റ് ചെയ്യുക. സെപ്പറേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി ടേംസ്. അപ്പം അതിനായിട്ട് ആദ്യം ഇമാജിനറി ടേംസ് എഴുതാം. ഏതൊക്കെയാണ്? -j⍵³ -j⍵³ ഇമാജിനറി ആട്ടോ എഴുതുന്നത്. -j⍵³ പിന്നെ പ്ലസ്
പ്ലസ് 4 പ്ലസ് കെ ജെ ഒമേഗ ഈക്വൽ ടു 0 എന്നാ വരിക. ഇനി മൈനസ് ജെ ഒമേഗ ക്യൂബ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് കെ ജെ ഒമേഗ അല്ലേ. അപ്പോൾ ഒരു ഒമേഗയും ക്യാൻസൽ ആവും, ജെയും ക്യാൻസൽ ആവും, നെഗറ്റീവ് സൈനും ക്യാൻസൽ ആവും. പിന്നെയുള്ള എന്താ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പ്ലസ് കെ എന്നുള്ളതാണ് ബാലൻസ് വരിക അല്ലേ. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പ്ലസ് കെ. അപ്പം ഇത് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് എടുക്കാം. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 പ്ലസ് കെ എന്നുള്ളത് ഒരു ഇക്വേഷൻ 1 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എന്താ ഇമാജിനറി ഇക്വേറ്റ് ചെയ്തതാണ്. ഇമാജിനറി ഇക്വേറ്റ് ചെയ്തതാണിത്. ഇനി റിയൽ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാ? -5 ഒമേഗ സ്ക്വയറും 2k. അപ്പോൾ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യണം. റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ -5 ഒമേഗ സ്ക്വയറും എന്തായിരുന്നു 2k പ്ലസ് 2k ഈക്വൽ ടു 0 എന്ന് കിട്ടുക. ഓക്കെ, ഇതിൽ നിന്ന് 2k ഈക്വൽ ടു 5 ഒമേഗ സ്ക്വയർ എന്ന് കൊടുക്കുക. ഒമേഗ സ്ക്വയറിന് ഇവിടുന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഒമേഗ സ്ക്വയർ ഈക്വൽ 4 പ്ലസ് കെ. 2k ഈക്വൽ ടു 5 ഇൻറ്റു 4 പ്ലസ് കെ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2k ഇസ് ഈക്വൽ ടു 20 പ്ലസ് 5k. ഇതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 5k ഈ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ -3k ഈക്വൽ ടു, അത് 2 - 5 -3 ഈക്വൽ ടു 20, അല്ലെങ്കിൽ k ഈക്വൽ ടു -20/3 എന്ന് കിട്ടും. ഓക്കെ, 20/3 എന്ന് പറഞ്ഞാൽ എന്താ? 6.66 -6.66 സംതിങ് കിട്ടുക. അപ്പൊ കെയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് ആണല്ലേ. അത് പോസിബിൾ ആണോ? കെ എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ആണ്. ഗെയിൻ കെ നെഗറ്റീവ് ആകാൻ പറ്റുമോ? ഇല്ല. നെഗറ്റീവ് കെ ഈസ് നോട്ട് പോസിബിൾ. നെഗറ്റീവ് കെ ഈസ് നോട്ട് പോസിബിൾ. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ റൂട്ട് ലോക്കസ് ഇമാജിനറി ആക്സിസിനെ ക്രോസ് ചെയ്യുന്നില്ല. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? ക്രോസിംഗ് പോയിന്റ് ഓൺ ഇമാജിനറി ആക്സിസ് ആണ്. അന്നേരം കെയുടെ വാല്യൂ നെഗറ്റീവാണ് കിട്ടിയത്. കെയുടെ വാല്യൂ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ ഈ ചെയ്ത കാര്യം ഇൻവാലിഡ് ആണ്, അല്ലെങ്കിൽ ക്രോസിംഗ് പോയിന്റ് ഓൺ ഇമാജിനറി ആക്സിസ് ഇല്ല. Therefore, do not this root locus do not cross imaginary axis. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ അവിടെ എഴുതി വെക്കണം കേട്ടോ, നോട്ടായിട്ട്. ഇമാജിനറി ആക്സിസിനെ ക്രോസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡേറ്റ. ഇനി നമ്മുടെ റൂട്ട് ലോക്കസിലേക്ക് വരാം. അപ്പോൾ ഇമാജിനറി ആക്സിസിനെ എവിടെയും ക്രോസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കിട്ടി. ഇനി റൂട്ട് ലോക്കസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? റൂട്ട് ലോക്കസിന്റെ 2 പാർട്ട് ഉണ്ടെന്നൊക്കെ നമ്മൾ കണ്ടു. -4 to -2 ഉണ്ട്, ദെൻ -1 to 0 ഉണ്ട്. പിന്നെ നമ്മൾ എന്താ കണ്ടത്? ഈ -0.55 എന്നുള്ള പോയിന്റിലാണ് ഇത് ബ്രേക്ക് അവേ നടത്തുന്നത്. ഇനി റൂട്ട് ലോക്കസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ക്രോസിംഗ് പോയിന്റ് ഇല്ലാന്ന് മനസ്സിലായതുകൊണ്ട് നമുക്ക് പറയാം എന്തായാലും റൂട്ട് ലോക്കസ് ഈ സൈഡിലേക്ക് പോകുന്നില്ല, RHSലേക്ക് പോകുന്നില്ല. ഈ റൂട്ട് ലോക്കസ് എങ്ങനെയുള്ളത്? റൂട്ട് ലോക്കസ് എപ്പോഴും അസിംടോട്ടിന് പാരലായിട്ടേ പോവുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കിത് വരയ്ക്കുകയാണെങ്കിൽ ഈ അസിംടോട്ടിന് പാരലായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് വരച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് അസിംടോട്ട്സ് കിട്ടിയിരിക്കുന്നത് 90 ഡിഗ്രി +90 -90 ആണ്. അപ്പം അതിന് പാരലായിട്ടെന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ അല്ലേ, ഈ ഒരു ഡയറക്ഷനിൽ ഇത് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നതായിട്ട് വരയ്ക്കാം. അപ്പം ഇവിടെ ഈ റൂട്ട് ലോക്കസ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് പറയും ഈ സിസ്റ്റം സ്റ്റേബിൾ ആണല്ലേ. എപ്പോഴും പോൾസ് LHSലാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള കമൻറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. റൂട്ട് ലോക്കസ് ഓൾവേസ് സ്റ്റേസ് ഇൻ LHS. സോ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ റൂട്ട് ലോക്കസിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 ക്വസ്റ്റ്യനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു കുറച്ചുകൂടി ഈസിയർ ആയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ റൂട്ട് ലോക്കസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഇതാ നോക്കുക, ഇവിടെ ന്യൂമറേറ്ററിലും ടേം വരുന്ന ഒരു റൂട്ട് ലോക്കസ് ആയിരുന്നു ഈ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷനും കമ്പയർ ചെയ്ത് അതിനകത്ത് സിമിലർ ഏതാണോ അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പം ഇതോടുകൂടി ഈ ഒരു മൊഡ്യൂളിൻ്റെ essay ക്വസ്റ്റ്യൻസ് കഴിയാണ്. അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 3
2 ക്വസ്റ്റ്യൻസും ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് കാണാം. താങ്ക് യു.